കാരണം ഇതുപോലെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ഹയർ സെക്കൻഡറി വകുപ്പിന് കീഴിലുള്ള കരിയർ ഗൈഡൻസ് സെല്ലിൽ മലപ്പുറം ജില്ലയ്ക്ക് മാത്രം സാധിച്ച ഒരു കാര്യമാണെന്ന് സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നമുക്കറിയാം, ഒരു 5 മാസം മുന്നെയാണ് നമ്മൾ ഇങ്ങനെയൊരു സ്വപ്നം കൊണ്ടുവന്നത്. നമ്മുടെ ജില്ലയിലുള്ള ചുറുചുറുക്കുള്ള നല്ല സമർത്ഥരായ കുട്ടികളെ യൂണിഫോം പോസ്റ്റ്, അത് പോലീസാകാം, ഫോറസ്റ്റ് ആകാം, എക്സൈസ് ആകാം, മിലിറ്ററി ആകാം, യൂണിഫോം പോസ്റ്റിലേക്ക് ആകർഷിക്കുക എന്ന വലിയൊരു ലക്ഷ്യം മുന്നോട്ട് എൻ്റെ വിദ്യാർത്ഥികളെ ഇത് വേണമെങ്കിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാം, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ മാർച്ച് ടു ദ ഫോഴ്സ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയുടെ കരിയർ ഗൈഡൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് ഫോഴ്സിലേക്കുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ്, എന്താണ് ആറ്റിറ്റ്യൂഡ്? രണ്ടും വളരെ ലിങ്ക് ആയിട്ടുള്ള കാര്യമാണ്, ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും. ഭാഗ്യവശാൽ എൻ്റെ കീഴിൽ ഈ അടുത്ത് ഒരു PhD തീസിസ് സബ്മിറ്റ് ചെയ്തതും സെയിം വിഷയമാണ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. കോസ്റ്റൽ ഏരിയയിൽ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലുള്ള കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്. അപ്പം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു മനോഭാവമാണ് ആറ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അഭിരുചി. സാർ ഇവിടെ പറഞ്ഞു അഭിരുചി. എങ്ങനെയാണ് ഈ അഭിരുചി നമുക്കുണ്ടാവുന്നത്? നമ്മളുടെ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്ന് വെച്ചാൽ കരസേന റിക്രൂട്ട്മെന്റിലേക്കുള്ള അഭിരുചി അളക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ കരസേന റിക്രൂട്ട്മെന്റിന് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നല്ല മാനസികാരോഗ്യം വേണം, നല്ല ആശയവിനിമയ പാഠവും വേണം, നല്ല കായികക്ഷമത വേണം, നല്ല അച്ചടക്കം വേണം. ഈ yes sir. Go. Yes sir. Yes sir. മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ആർമി റിക്രൂട്ട്മെന്റ് അസസ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടി കോഴിക്കോട് സർവകലാശാല കായിക വിഭാഗം മേധാവി ഡോക്ടർ സക്കീർ ഹസൻ ഉദ്ഘാടനം ചെയ്തു.